അങ്ങനെ ആരും ബി ജെ പിയിലോട്ടൊന്നും പോകുന്നില്ല. ചിലർ പിടിച്ചുകൊണ്ട് പോകുന്നതല്ലേ, അവർ വെറുതെ പ്രശസ്തിക്ക് വേണ്ടി പറയുന്നതാവും. ഭീകരവാദവും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഉണ്ട്, അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ അതിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾ അതിലേക്ക് പോകും. ബി ജെ പിയുടെ നേരായ സമീപനം എല്ലായിടത്തും ഉണ്ട്. നരേന്ദ്രമോദിയുടെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്. അവർക്ക് ബി ജെ പി അങ്ങനെ തോന്നിക്കാണും അവർ ബി ജെ പിയോട്ട് പോയി. മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടോ അല്ലോ ഹിന്ദുത്വം മതിയെന്ന് വിചാരിക്കണമെന്നോ എന്തോ ആയിരിക്കാം. നമസ്കാരം. അങ്ങനെ നടി ഊർമിള ഉണ്ണിയും ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് പല നടീനടന്മാരും അതുപോലെ പല കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളായിരുന്നാലും സഹോദരിമാരായിരുന്നാലും ഇപ്പോൾ പോകുന്നത് ബി ജെ പിയിലേക്ക് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ ബി ജെ പി എന്ന പാർട്ടിയെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? സാധാരണക്കാർക്ക് പറയാനുള്ളത് ഇതാണ്. ദിവസം നടി ഊർമിള ഉണ്ണി ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ്. ഊർമിള ഉണ്ണി നടിയോ? നടി ഊർമിള ഉണ്ണി പല സിനിമ നടീനടന്മാരായിരുന്നാലും പല നേതാക്കന്മാരുടെ മക്കൾ, കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ, സഹോദരിമാർ എല്ലാവരും ഇപ്പം ബി ജെ പിയിലോട്ടാണ്. അങ്ങനെ ആരും ബി ജെ പിയിലോട്ടൊന്നും പോകുന്നില്ല. ചിലർ പിടിച്ചുകൊണ്ട് പോകുന്നതല്ലേ, അവർ വെറുതെ പ്രശസ്തിക്ക് വേണ്ടി പറയുന്നതാവും. അങ്ങനെയാണ് തോന്നുന്നത്. എല്ലാവരും ഈ ആൾക്കാർ ബി ജെ പിയിലോട്ട് പോകുന്നു തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ട്രെൻഡ് എന്ന് പറയുന്നത് അത് വെറും അറിയാലോ, ഞാനിത് പ്രത്യേകം പറയണ്ടല്ലോ, വോട്ട് ചോരിയും മറ്റും മറിച്ചൊക്കെ കൊണ്ടിട്ടല്ലേ. അത് കേട്ടിട്ട് ആൾക്കാരങ്ങനെ ഭ്രമിച്ചിട്ട് പോകുന്നതാവും. ഇവിടെ UDF ഉണ്ട്, ഇവിടെ LDF ഉണ്ട്, പിന്നെ ഇതിലവിടെ ബി ജെ പിയിലോട്ട് പോകുന്നത്. പിന്നെ ഒരുപാട് നേതാക്കന്മാർ പോകുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയാവും, അല്ല പ്രത്യേകിച്ച് ഒരു ഐഡിയോളജിയുടെ പുറത്താവില്ല. അങ്ങനെയാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിന് നമ്മൾ വിചാരിക്കും പോലെയല്ല. എനിക്ക് പ്രായമെങ്കിലും പല രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്, കണ്ടും കേട്ടുമൊക്കെ ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഭീകരവാദവും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഉണ്ട്, അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന മറ്റേ രാഹുലിന് കാരണം ഒരു വിടുവായ, കാരണം പ്രായമില്ല, പക്വതയില്ല, ഒരു അമൂൽ ബേബി എന്നുള്ള രീതിയിലുള്ള ഒരു പോക്കാണ്. നല്ലപോലെ വളർന്നു വരുമെന്ന് വിചാരിച്ചില്ല, അതില്ല. ആ ഒരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. അത് സംസ്ഥാനം വേറെ, കേരളം വേറെ. കേരളത്തിൽ പല രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. മറ്റത് നമ്മളെ ഇന്ത്യ കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നാഥനുണ്ട് എന്നുള്ള രീതിയിലാണ് ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ചേട്ടൻ എന്താ തോന്നുന്നത്, ബി ജെ പി ഇപ്പോൾ ഒരു മോദിനെ ഒരു നാഥനായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താണ് മോദിയെ പറ്റിയും ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു അല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രമാണ് അയാൾക്ക് വേണ്ടത്, അല്ല കുടുംബം മറ്റുള്ള രീതിയൊന്നുള്ളതല്ല. രാഷ്ട്രത്തെ എങ്ങനെ നേരത്തെ കൊണ്ടുപോകാം? ഇന്ത്യയിലെ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഇപ്പോൾ എല്ലാവർക്കും പേടി. അല്ല, വേറെ അല്ല, അമേരിക്ക എന്നൊന്നും അല്ല, റഷ്യ ഒന്നുമല്ല. പക്ഷേ ഇന്ത്യ എന്നുള്ളത് നാഥൻ മോദി വന്നതിന് ശേഷം മോദിക്കാണ് കൂടുതൽ പ്രാധാന്യം. പേടിയാണ്. അതിൽ അറ്റാക്കിങ് എന്ന് പറയാൻ നമ്മളിപ്പോൾ കണ്ടില്ല, പാകിസ്ഥാനുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ. ആ ഇന്ത്യ എന്ത് ചെയ്യുമെന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. ഭീകരവാദം അവരെ ഭീകരതയിൽ ചെന്ന് പേടിക്കുന്നുണ്ട്. അല്ലെ പിന്നെ പാകിസ്ഥാനിൽ കിടക്കുന്ന ഈ പിന്നെ ഭീകര അതൊക്കെ അടിച്ച് ഒതുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് പോവാതെ നമ്മളെ നാട്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ ഒരു കഷ്ടമുണ്ട്. മോദി എന്ന് പറയുന്നത് ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇപ്പോൾ ഒത്തിരി നമ്മുടെ കേരളത്തിലോട്ട് ബി ജെ പിക്ക് സീറ്റുകൾ നേടാനുള്ള ചാൻസ് എന്തെങ്കിലും കാണുന്നുണ്ടോ? സീറ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊരു രണ്ടുപേരും കൂടെ ചേർന്നുള്ള അലയൻസാണ്. ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി അവർ രണ്ടും കൂടെ അതിൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ ഈ സമയത്ത് തന്നെ എൻ്റെ സ്ഥലത്ത് തന്നെ അവർ തമ്മിൽ പരസ്പരം ഒരു അലയൻസ് ഉണ്ട്. അപ്പുറത്ത് ഒരാളെ പിന്നെ ജയിപ്പിക്കുക, അങ്ങനെ അവർ ഒരു ഐക്യം കെട്ടിപ്പിടുക്കുന്നുണ്ട്. പിന്നെ അനൈക്യങ്ങളുണ്ടല്ലോ പാർട്ടിക്ക് അകത്തുണ്ടല്ല, അകത്ത് പല പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവരുടെ സ്വന്തം കാര്യം കണ്ടില്ലേ, 3-4 പേര് മരിച്ചത് നമുക്കൊക്കെ അറിയാവുന്ന പയ്യനാണ്. ഇലക്ഷൻ വരാറായ സമയം മരിക്കുക. അവന് കുടുംബത്തിന് വേണ്ടി ജീവിക്കേണ്ടത്, പാർട്ടിക്ക് വേണ്ടി ജീവിക്കരുത്. പാർട്ടി വേറെ, കുടുംബം വേറെ. പിന്നെ ഒരു പെൺകുട്ടി കൈ മുറിച്ച് ഇപ്പോൾ എന്താ സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞു, അതൊക്കെ ഒരു ശുദ്ധമായ രീതിയിലാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പല രാഷ്ട്രീയം പ്രവർത്തിച്ച് ഞങ്ങൾ എല്ലാ രീതിയിലും പോകേണ്ടത്. അത് ശരിയായ നടപടിയില്ല. രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ജീവിക്കില്ലേ. ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്തും അതിൻ്റെ നേതാവ് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ കുടുംബം നോക്കുക, കുടുംബം നോക്കിയതിന് ശേഷം മാത്രമേ ഈ പ്രസ്ഥാനത്തിലേക്ക് വരാവൂ. ശരിയല്ല അല്ലെങ്കിൽ ശരിയാണ് എന്ന് തോന്നിയാൽ അങ്ങ് പോവുക. അല്ലെങ്കിൽ പാർട്ടിയിൽ സ്ഥാനം തന്നില്ലെങ്കിൽ വേറെ പാർട്ടിയില്ലേ, അത് പോകണം. കുടുംബം നോക്കാൻ ആ രീതിയിൽ പോകണമില്ല. പിന്നില്ല, പിന്നെ അത് വലിയ കഥയില്ല. ഈ മരിച്ചവരോട് നമ്മൾ കൂറൊന്നും പുലർത്താൻ പാടില്ല, അത് ശരിയായ നടപടിയല്ല. കുടുംബം നോക്കി പോകേണ്ടവർക്ക് മരിച്ചിട്ട് എന്തിരിക്കും, അതേപോലെ സീറ്റ് കിട്ടിയ സീറ്റ് തോറ്റാൻ തിരി, അതൊന്നും ശരിയായ നടപടിയില്ല. കാരണം ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമുക്ക് കൂറില്ല.
കാരണം പല രീതിയിൽ കേന്ദ്രത്തിൽ നമ്മൾ വോട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ രീതിയിൽ വോട്ട് ചെയ്യാനുണ്ട്, സംസ്ഥാനം എന്ന് വെച്ചാൽ ആ രീതിയിൽ സംസ്ഥാന രീതിയിൽ വോട്ട് ചെയ്യുമ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഇപ്പോഴും അങ്ങനെയല്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ എൻ്റെ അടുത്ത് നേരെ ജോയി വരില്ല, ഞാൻ ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് ആ രീതിയാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇത് പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇന്ന പാർട്ടിക്ക് എല്ലാം ചെയ്തു ഞാൻ തന്നെ അപ്പോൾ പറഞ്ഞ അതല്ല അത് ചെയ്ത് ഇത് ചെയ്യുന്നു. ഇപ്പോൾ ഓരോരുത്തരൊക്കെ അവരവരുടെ ഇഷ്ടമാണല്ലോ, അതല്ലാതെ ഇപ്പം നമുക്കൊന്നും പറയാനില്ല. പാർട്ടിയെ വിശ്വസിക്കുന്നവർ പാർട്ടിയിൽ മാത്രമേ പോകൂ. പാർട്ടിയായിട്ട് ഉദ്ദേശിച്ചാൽ മനസ്സിലായല്ലോ, ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ അതിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾ അതിലേ പോകും. ഇപ്പം 10 വർഷത്തിലധികമായിട്ട് BJP സർക്കാരാണല്ലോ നമ്മുടെ ഇന്ത്യയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി എന്താ അഭിപ്രായം? പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വർഷം കൊണ്ട് ഭരിച്ചിരുന്ന കോൺഗ്രസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ മെച്ചപ്പെട്ട രീതിയിലാണെന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഞാൻ ഒരു BJPക്കാരനോ ഒരു കോൺഗ്രസ്സുകാരനോ അല്ല, എന്നാലും പറയുകയാണ് ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. പക്ഷേ ഞാൻ ഇന്നും വാടകക്കെട്ടത്തിലാണ് കിടക്കുന്നത്. ഒരു ഭാര്യ കിഡ്നി പേഷ്യൻ്റാണ്. ഞാൻ മേളിൽ നിന്ന് വന്ന് വീഴുന്ന നട്ടല് ഫ്രാച്ചുള്ളതാണ്. എനിക്ക് പഞ്ചായത്തിൽ നിന്നാവട്ടെ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. എൻ്റെ ഭാര്യ നവകേരള അത് നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർ സീനിയാരിറ്റി ആയിട്ട് അവിടെയും കോമ്പറ്റീഷനാണ്. പാർട്ടി ബേസിലാകുമ്പോൾ അവിടെ മത്സരമാണ്. ഇപ്പം നമ്മൾ തിരുവനന്തപുരം കല്ലൂർ പഞ്ചായത്തിലാണ് എൻ്റെ ജനനം. അപ്പോൾ അവിടെ ആകുമ്പം ഈ 3 വർഷം BJP ഭരിച്ചിട്ട് അവിടെ അഴിമതി രഹിതമായിട്ടുകൊണ്ട് അതിനെ പുറത്താക്കി അടുത്ത് LDF പോകുന്നതാണ്. LDFിൻ്റെ കോട്ടയാണ് കല്ലൂർ പഞ്ചായത്ത്. അവരായിരുന്നു അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് നമ്മളെപ്പോലുള്ള പാവങ്ങൾ കിടന്നതിൻ്റെ ഇടയിൽ കിടന്ന് നട്ടത്, അല്ലാതായിട്ട് വേറെ ഒന്നും. BJPയുടെ നേരായ സമീപനം എല്ലായിടത്തും ഉണ്ട്. നരേന്ദ്രമോദിയുടെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്. എല്ലാം കാര്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. രാജ്യം ഒരുപാട് പുരോഗതി വരിക്കുന്നുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അങ്ങനെയാണ് തോന്നുന്നത്. ചേട്ടൻ പറയുന്നത് നമ്മൾ 10 വർഷത്തിലധികമായിട്ട് മോദി സർക്കാരാണല്ലോ ഇന്ത്യയെ നയിക്കുന്നത്. അവരുടെ നല്ലൊരു നേട്ടങ്ങളായിട്ട് തോന്നുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, എല്ലായിടത്തും പുരോഗമനം നടക്കുമല്ലേ. ബോംബെ ഹൈവേ തന്നെ 2 മണിക്കൂർ എന്തോ കുറച്ചു, പുതിയ ഹൈവേ വന്നു. ഇപ്പോൾ അടുത്ത പുതിയ നോയിഡ ഹൈവേ അടുത്തത് വരുന്നു. ഇവിടെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇപ്പം ഷിപ്പ് ഉൾപ്പെടെ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത് വിജയിക്കുമല്ലേ. അത് തന്നെയാണ് പുരോഗമനം കാണുമ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നു. ചേട്ടാ, ഇപ്പം തിരുവനന്തപുരം ഇവിടുത്തെ കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ BJPക്ക് ഇപ്പോൾ ഒരു വിജയ സാധ്യത കാണുന്നുണ്ട്. ചേട്ടന് തോന്നുന്നുണ്ടോ ഈ വരുന്ന ഇലക്ഷനിൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തിരുവനന്തപുരം കോർപ്പറേഷൻ ഒന്നും പറയാൻ പറ്റില്ല. കേരളത്തിൻ്റെ രീതി വേറൊരു രീതിയാണ്. അത് ഓരോരുത്തരുടെയും ഇതുപോലെ ഇരിക്കും. ഈ സീറ്റ് കഴിയുമ്പോൾ അറിയാൻ കഴിയും എന്ത് സംഭവിക്കുന്നു. ഓരോരുത്തരുടെ മനസ്സുകാരുടെ വിശ്വാസമുണ്ടല്ലോ. അവർക്ക് BJP അങ്ങനെ തോന്നിക്കാണും, അവർ BJPയോട്ട് പോയി, അത്രേ ഉള്ളൂ. ഇപ്പം BJP എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയാണ് നമ്മുടെ 10 വർഷത്തിലധികമായിട്ട് കേന്ദ്രം ഭരിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി എന്താണ് അഭിപ്രായം? എനിക്ക് അവരുടെ പ്രവർത്തനങ്ങൾ പൊതുവെ താല്പര്യ ആളല്ല. എന്താ ഞാൻ ഞാൻ പറയാൻ കാര്യം, ഞാൻ വേറൊരു പ്രസ്ഥാനം വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് അപ്പം നമ്മൾ വേറെ പ്രസ്ഥാനം വിശ്വസിക്കുമ്പോൾ BJPയുടെ കാര്യങ്ങൾ, പിന്നെ അവർ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല എന്നല്ല നമ്മൾ പറയും. ഓരോ രാഷ്ട്രീയം ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. അപ്പോൾ അതിൽ ഓരോ പെർസ്പെക്റ്റീവും ഓരോ വ്യക്തിക്കും അവരുടെ പെർസ്പെക്റ്റീവാണ്. അത് അവരോട് ചോദിക്കണം എന്താണ് BJP എടുക്കാൻ കാരണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ. അത് ഓരോ വ്യക്തിയുടെയും പെർസ്പെക്റ്റീവാണ്. ഞാൻ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നുള്ളത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ അത് അവരോട് തന്നെ ചോദിച്ചാൽ അറിയാൻ കഴിയും. എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടോ അല്ലോ ഹിന്ദുത്വം മതിയെന്ന് വിചാരിക്കണമെന്നോ എന്തോ ആയിരിക്കാം. അല്ലാതെ മോഡിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഒരു പ്രധാനമന്ത്രി, ഒരു വ്യക്തിത്വമുള്ള പ്രധാനമന്ത്രി, എന്ത് പറഞ്ഞാലും നടപ്പാക്കുന്ന ഒരു പ്രധാനമന്ത്രി. അപ്പോൾ മാത്രമല്ല ഏകകക്ഷി ഭരണം ആണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ബഹുകക്ഷി ഭരണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മഹാസഖ്യം അവിടെ തോറ്റത്. ബീഹാറിലെ ഇലക്ഷനും അതാണ്. ബീഹാറിലെ ഇലക്ഷൻ തോക്കാൻ കാരണം അവിടെ ബഹുകക്ഷി ഭരണമെന്ന് പറയുന്നത്. അപ്പോൾ പലരും പല അഭിപ്രായക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ നീളം പോകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അംഗ്ലേനെ പറഞ്ഞല്ലോ മോദിന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ ഇന്ന് മോദിയെ സ്വീകരിക്കാൻ? അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യണോണ്ടായിരിക്കും. വ്യക്തിത്വമായ ഒരാൾ ഒരു ബഹുകക്ഷി ഭരണമാകുമ്പോൾ ഇതുപോലെ നടക്കൂല്ലോ. പലരും അഭിപ്രായം തേടിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഒറ്റയ്ക്ക് ഒരു ഐക്യകണ്ഠേനുള്ള ഒരു തീരുമാനം ഉണ്ടാകില്ല. ഏകണ്ഠമായ ഒരു തീരുമാനം ഉണ്ടാവും. അതുകൊണ്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും അവർ BJP സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം? BJPയെ പറ്റി ശരിക്കും പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ശരിക്കും പഠിക്കാതെ ആയിരിക്കും അവരപ്പോൾ ഒരു പാർട്ടിയിലോട്ട് പോകുന്നത്. എങ്ങനെയുണ്ട് അവരുടെ കാരണം എനിക്ക് ആ BJP ആയിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ഭരിക്കാൻ വന്ന് കയറിയ ശേഷം പാവപ്പെട്ട ആളുകളെ നിശേഷം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തത് പണക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തത്. ഇവിടെ നോട്ട് നിയന്ത്രണം വന്നില്ലേ? നോട്ട് നിയന്ത്രണം വന്നാൽ ഒരു 10 പൈസ ചിലവാകാതെ കോടിക്കണക്കിന് രൂപ നോട്ട് അടിച്ച് വെച്ചിരുന്നതിന് അത്രയും ബാങ്കിൽ അടച്ചിട്ട് നിങ്ങൾ പുതിയ നോട്ട് വാങ്ങിച്ചോളാൻ പറയും ബാങ്കിൽ നിന്ന്. എന്തുമാത്രം സാമ്പത്തിക പ്രയാസങ്ങളുണ്ടാകും നമ്മളെ പോലുള്ള ആളുകൾ. അതാ അപ്പോൾ ശരിക്കും അവരെ പറ്റി പഠിക്കണമെങ്കിൽ അടുത്ത ഒരു പ്രാവശ്യം വരുമ്പോൾ 10 ഗ്രാം സ്വർണം വാങ്ങാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, വീട്ടിൽ വെച്ചേക്കാൻ പാടില്ല, വിവാഹത്തിന് ഉപയോഗിക്കാൻ പാടില്ല. വിവാഹത്തിന് ഉപയോഗിക്കണമെങ്കിൽ 35-40% സെക്സ് കൊടുക്കണം. വീട്ടിലൊന്നും വെച്ചേക്കാൻ പാടില്ല. 50,000-60,000 രൂപയ്ക്കാണ് അവർ ഫൈൻ ചെയ്യുന്നത്. ഈ നമ്മൾ അത്യാവശ്യത്തിന് ഒരു രോഗത്തിനും അതുപോലുള്ള കാര്യത്തിനൊക്കെ 10 ഗ്രാം സ്വർണ്ണം ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് വിറ്റ് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഈ പരിഷ്കാരങ്ങളൊക്കെ ഒരു ചാൻസ് കൂടെ അവർ നടത്തി പരിശീലിച്ച് വരുമ്പോഴത്തേക്ക് ആളുകൾ പഠിക്കുള്ളൂ. അതാണ് അത്. പ്രത്യേകിച്ച് ഇവരുടെ വിരോധമൊന്നുമില്ല.